കർത്താവും ദൈവവുമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ നാമം ഈ പ്രത്യേക സമയത്തും മഹത്വം സ്തുതിയും ഉള്ളതാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ പരിഹാരമായി അർപ്പിച്ച, പ്രായശ്ചിത്തമായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥിതമായ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വിശേഷാൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു നാൾ കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് വരേണ്ടതിന് കൃപ ചെയ്തല്ലോ. അവിടെവിടങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ ചില നാളുകൾ നമ്മുടെ പല സഹോദരങ്ങളുടെയും ഭവനങ്ങളിൽ മരണങ്ങൾ, ശാരീരിക വേർപാടുകൾ നടന്നു എന്ന് നമ്മൾ അറിയുന്നു. ദൈവം ആ കുടുംബങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടയിലെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കട്ടെ. യാത്ര ചെയ്യുന്നവരുടെ യാത്രകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. സംരക്ഷണം ദൈവം നൽകട്ടെ. ഈ മാസത്തിൻ്റെയും അവസാന നാളുകളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. യേശുതാൻ അരുളിയ വാഗ്ദത്തം നിറവേറ്റാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി എന്ന് ഭക്തന്മാർ പാടിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ലോകം അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സകല പ്രപഞ്ച സൃഷ്ടികൾക്കും ദൈവം കൊടുത്ത കാലയളവ് തീരാറായതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് എടുത്ത സാധനങ്ങൾ സെയിലിനിട്ട് വില കുറച്ച് വിറ്റ് തീർക്കുന്നത് പോലെ ഈ പ്രപഞ്ചശക്തികളെല്ലാം അതിവേഗം അവിടെ ഓട്ടം തികയ്ക്കുവാൻ വേണ്ടി മുൻപോട്ട് ഗമിക്കുന്നു. നമുക്കും നമ്മുടെ കർത്താവിൻ്റെ വേഗം സംഭവിപ്പാനിരിക്കുന്ന പുനരാഗമനത്തിനായി, മേഘപ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വവും വിശുദ്ധന്മാർക്ക് വന്ദനവും ചൊല്ലിക്കൊണ്ട് നമ്മൾ പഠിക്കുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ മധ്യഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കാമല്ലോ. Hebrews 12:1-13. Saying, I will declare thy name unto my brethren. In the midst of the church will I sing praise unto thee. And again, I will put my trust in him. And again, behold, I and the children which God hath given me. Praise God. നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും പൂർണ്ണ ദൈവമായിരുന്ന യേശു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് മനുഷ്യർ മാത്രമായിരിക്കുന്ന നമുക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും നാം പഠിച്ചു വരികയാണ്. മനസ്സിലായല്ലോ? യേശുക്രിസ്തു അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു, ദൈവമാണ്, ദൈവം തന്നെയായി തുടരും. ഇത് മൂന്നും കൂടെ ചേർത്താണ് ആയാം, ഞാൻ ആകുന്നു എന്ന് ദൈവവചനം ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ആയാം. സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവം അങ്ങനെയാണല്ലോ മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തിയത്.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും മനുഷ്യനായി ഈ ലോകത്തിൽ നമ്മെപ്പോലെ നമ്മുടെ സാദൃശ്യത്തിൽ കാണപ്പെട്ട യേശുക്രിസ്തു അത് തന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞത്, ഐ ആം, ഞാൻ ആകുന്നു. പ്രധാനപ്പെട്ട 7 പ്രഖ്യാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് നമുക്കറിയാം. ആ 7 പ്രധാന പ്രഖ്യാപനങ്ങൾ കൂടാതെ വേറെയും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ആകുന്നു 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 എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ത്രികാലങ്ങളിലും സ്ഥിതനായിരിക്കുന്ന ദൈവം, God who exists in all the 3 times or tenses, that is I am. അങ്ങനെ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്ന നമ്മുടെ കർത്താവായ യേശു കാലത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ, ഇൻ എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, കാലത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, ആ ബിന്ദു എന്ന് പറയുന്നത് കാലസമ്പൂർണതയാണ്. ആ കാലസമ്പൂർണത എന്ന ബിന്ദുവിൽ മനുഷ്യനായി, അതെ, പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ പിറന്നു, മനുഷ്യനായി തന്നെ ജീവിച്ചു, മനുഷ്യനായി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. തൻ്റെ മനുഷ്യത്വത്തിൽ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേൽപ്പിനാൽ താൻ വെറും മനുഷ്യനല്ല, അല്ലെങ്കിൽ മനുഷ്യൻ മാത്രമല്ല, താൻ പൂർണ്ണ മനുഷ്യനായിരിക്കുന്നത് പോലെ തന്നെ പൂർണ്ണ ദൈവവും കൂടെയാണെന്ന് ശക്തിയോടെ തെളിയിച്ചു. നമ്മൾ റോമർ 1:4 നിന്ന് അത് പഠിച്ചിട്ടുണ്ട്. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായിട്ട് യേശു ജനിച്ചു. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ താൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു, അല്ലെങ്കിൽ തെളിയിച്ചു. ആ മനുഷ്യത്വത്തെയാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ്, അതിന് പൗലോസോ അപ്പല്ലോസോ ആരുമായിക്കൊള്ളട്ടെ, അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ ആ ഒരു പേര് പറയാത്തത്, എബ്രായ ലേഖന കർത്താവ്, എബ്രായ ലേഖകൻ എന്ന് മാത്രം ആവോളം ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നീ പ്രസംഗിച്ച് അല്ലാതെ പരിചയമുള്ളത് കൊണ്ടല്ലാത്ത പേരുകൾ ചിലപ്പോൾ വന്നു പോകും. മനഃപൂർവ്വം അത് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖകൻ അല്ലെങ്കിൽ ലേഖനകർത്താവ് നമ്മോട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠതകളാണ്. പൂർണ്ണ ദൈവമായിരുന്ന യേശു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. അതിനാൽ മനുഷ്യർ മാത്രമായിരിക്കുന്ന നമുക്ക് പല നേട്ടങ്ങൾ ഉണ്ടായി. സ്തോത്രം. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. ഈ ഭാഗങ്ങളിൽ വിശേഷിച്ച് 9 മുതൽ, എബ്രായർ 2:9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, യേശു ദൈവ ആയിരിക്കെ, ദൂതന്മാരുടെ സ്രഷ്ടാവായിരിക്കെ, ദൂതന്മാർക്ക് ദൈവമായിരിക്കെ, ദൂതന്മാരുടെ ആരാധ്യനായിരിക്കെ, ദൂതന്മാരുടെ യജമാനനായിരിക്കെ. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജീസസ് is the God of the angels. Second, he is the creator of the angels. All these things are recorded in chapter 1.
And Jesus is the one whom the angels worship as per 1:6. ആരാധ്യനായ യേശു. പിന്നെ Jesus, the Lord or the master of the angels. That's why they serve him. 1:13 നമ്മൾ കണ്ടു, ദൂതന്മാർ സേവകാത്മാക്കളാണ്. സ്തോത്രം. ഒന്നുകൂടെ പറയുന്നു, ദൂതന്മാരുടെ സ്രഷ്ടാവും ദൈവവും ആരാധ്യനും 4 ദൂതന്മാരുടെ യജമാനനും ആയ യേശു. പക്ഷേ 2:9 വരുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി, ദൂതന്മാരെക്കാൾ താണ പ്രകൃതത്തിലേക്ക് യേശു വന്നു. സ്തോത്രം. അത് നിമിത്തം എന്തൊക്കെ സംഭവിച്ചുവെന്നാണ് അവിടെ പറയുന്നത്. യേശു ദൂതന്മാരെക്കാൾ താണവനായി. അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. സ്തോത്രം. ക്രൂശിൽ മരിച്ചു. മൂന്നാമത്, യേശു നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. 14 വാക്യത്തിലാണ്. യവന അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷാ പ്രയോഗം അനുസരിച്ച് തിരിച്ചാ പറയുന്നത്. രക്തവും ജഡവുമുള്ളവനായി. നമ്മുടെ ഭാഷയിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന, ജഡരക്തങ്ങളോട് കൂടിയവൻ. എന്നാൽ ഗ്രീക്കിൽ നേരെ തിരിച്ചാണ്, ബ്ലഡ് ആൻഡ് ഫ്ലഷ്, രക്തവും ജഡവും ഉള്ളവനായി തീർന്നു. എന്ന് വെച്ചാൽ he became mortal. The immortal lowered himself to mortality. അമർത്യനായവൻ, സ്തോത്രം, തന്നെ തന്നെ മർത്യനായി താഴ്ത്തി. അതാണ് നാം അവിടെ കാണുന്നത്. 4, he identified himself with humanity by calling us brethren. നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യരോട് തന്നെ തന്നെ ഏകീഭവിപ്പിച്ചു. സ്തോത്രം. ഏകീഭവിപ്പിച്ചു. കൂടാതെ മനുഷ്യനായി യേശു ഭൂമിയിൽ വന്നതുകൊണ്ട് തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കി. പിന്നെ മരണഭീതിയിൽ അടിമകളായിരുന്ന മനുഷ്യകുലത്തെ രക്ഷിച്ചു, മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം നിമിത്തം ഇപ്പോഴും യേശുക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായി പിതാവിൻ്റെ സന്നിധിയിൽ പ്രായശ്ചിത്ത ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ നമ്മെ സഹായിപ്പാൻ, നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുവാനും നമ്മെ പൂർണ്ണമായും നമ്മോട് സഹതപിച്ച് സഹായിപ്പാനും കഴിവുള്ളവൻ ആകുന്നു. All these are what Jesus did because of his humanity, and we earn or we receive all these blessings too. ഈ പറഞ്ഞതെല്ലാം യേശു തൻ്റെ മനുഷ്യത്വത്തിൽ നമുക്ക് വേണ്ടി ആയിത്തീർന്നതും ചെയ്തു തീർത്തതും തന്നിമിത്തം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ആവർത്തിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എന്നാലും ചോദിച്ചോണം. സ്തോത്രം.
അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്ന ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും നമ്മൾ സ്വീകരിക്കണം. ഇറ്റ്സ് വെരി ഡോക്ട്രൈനൽ ബുക്ക്. ലേഖനങ്ങൾ മിക്കതുമെന്നല്ല, എല്ലാ ലേഖനങ്ങളിലും നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? മനസ്സിലാവുന്നുണ്ടോ? കൂടെ ഒന്ന് വരാമോ? റോമാലേഖനം മുതൽക്ക് ഉള്ള എല്ലാ ലേഖനങ്ങളിലും നാം ഒരുപോലെ കാണുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എ ഡോക്ട്രിനൽ പാർട്ട്. രണ്ട്, എ പ്രാക്ടിക്കൽ പാർട്ട്. എല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. ചില ലേഖനങ്ങളിലൊക്കെ 50-50 പകുതിയാ. ഉദാഹരണത്തിന് എഫേസ്യ ലേഖനം 6 അധ്യായങ്ങൾ. അതിലെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ പൗലോസ് ഉപദേശ കാര്യങ്ങൾ പറയുന്നു. ഒടുവിലത്തെ 3 അധ്യായങ്ങൾ 4, 5, 6 അതിൽ പ്രായോഗിക ക്രൈസ്തവികതയെ വെളിപ്പെടുത്തുന്നു. ആ ബാലൻസിങ് എല്ലാ ലേഖനങ്ങളിലും ഇല്ല കേട്ടോ. ആ 50-50 എന്ന പകുതി എന്ന ഒരു തത്വം എല്ലാ ലേഖനങ്ങളിലും ഇല്ല. മിക്ക ലേഖനങ്ങളിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉപദേശപരമായ ഭാഗമാണോ കൂടുതൽ, അതോ പ്രായോഗികമായ ഭാഗമാണോ കൂടുതൽ? തെറ്റിയാൽ സാരമില്ല, നമുക്കൊരുമിച്ച് ചിന്തിച്ചു പോകാമല്ലോ. ഉപദേശപരമായ കാര്യം. യെസ്, റൈറ്റ്. ഉപദേശപരമായ കാര്യങ്ങളാണ്. ഈ എബ്രായ ലേഖനം തന്നെ എടുത്തു. 1 തൊട്ട് 10 വരെയുള്ള അധ്യായങ്ങളിൽ ഉപദേശ. 12ഉം 13ഉം 2 അധ്യായങ്ങളിൽ മാത്രമേ പ്രായോഗിക നിർദ്ദേശങ്ങളുള്ളൂ. സ്തോത്രം. റോമാലേഖനം എടുത്തു. 1 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളിൽ ഉപദേശമാ. 12 തൊട്ടുള്ള അധ്യായങ്ങൾ, 12 തൊട്ട് 15 വരെ എന്ന് വേണമെങ്കിൽ പറയാം, പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം. 16-ാം അധ്യായം പിന്നെയും സല്യൂട്ടേഷൻസാ. ഞാനീ പറഞ്ഞത് വേദപുസ്തകത്തിൽ ഉപദേശത്തിനുള്ള പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഈ ആധുനികമായ യുഗത്തിൽ 2 അപകടകരമായ അവസ്ഥകളുണ്ട്. ഒന്ന്, ഉപദേശമേ പറയേണ്ട എന്ന ഒരു കാര്യം. ഉപദേശം പറയണ്ട. 2, ദുരുപദേശങ്ങളുടെ പെരുപ്പം. ഈ 2 പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്, ക്രിസ്തീയ സഭയിലുണ്ട്. If we see the very structure and nature of the epistles in the New Testament, we can see that doctrinal part is more in them, save a couple of epistles as Ephesians where we can see it half and half, 50-50. But generally, all the epistles hold more of the doctrines. But 2 major dangers are there in the Christendom today. One is
totally avoiding doctrines, claiming doctrine divides. That's a hindrance to unite together. And second danger is the danger of wrong, unbalanced, heretical teachings. ലേഖനങ്ങളുടെ പൊതുവായ സ്വഭാവം, അതിൻ്റെ ഘടനയും നോക്കിയാൽ ഉപദേശ രൂപത്തിനാണ് പ്രാധാന്യം. പ്രായോഗികമായത് വേണ്ടെന്നല്ല, തീർച്ചയായും ഒരു പക്ഷിയുടെ രണ്ട് പക്ഷങ്ങൾ പോലെ തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഉപദേശവും പ്രായോഗികതയും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ, രണ്ട് ചിറകും ആ പക്ഷിക്ക് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിലും ഇത് രണ്ടും വേണം. ഉപദേശവും വേണം, പ്രായോഗികതയും വേണം. നമ്മൾ തന്നെ ചിലപ്പം ചിലരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ആ പുള്ളി പെന്തക്കോസ്തുകാരൻ അല്ലെന്നേ ഉള്ളൂ. ഓ, എന്തോ ജീവിതമാ അദ്ദേഹത്തിൻ്റെ, ഭയങ്കര വിശുദ്ധനാണ്, നീതിമാനാണ്, പെന്തക്കോസ്തുകാരൻ അല്ലേലെന്താ. പ്രായോഗികതയ്ക്ക് അവിടെ അമിത പ്രാധാന്യം നൽകുന്നു. രണ്ടും പാടില്ല. ഉപദേശം പറയാൻ പോയാൽ ഇന്ന് ലീഗലിസ്റ്റുകൾ എന്ന് മുദ്ര കുത്തും. ഉപദേശം പറയാൻ പോയാൽ ന്യായപ്രമാണ യുഗത്തിൽ ജീവിക്കുന്ന, പ്രവൃത്തി കൊണ്ട് രക്ഷ നേടാം, പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാം എന്ന് വ്യാജമായി അല്ലെങ്കിൽ തെറ്റായി ഉപദേശിക്കുന്നവരെന്ന് മുദ്ര കുത്തും ലീഗലിസ്റ്റുകൾ, ലീഗലിസം. അതുകൊണ്ട് ഇന്ന് ഉപദേശം പലരും പറയാറില്ല. അതൊരു വലിയ അപകടമാണ്. ഉപദേശം പറഞ്ഞുകൊണ്ട് പോയാൽ നമുക്കൊന്നും ഒന്നിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ മുഴുവനും ക്രൈസ്തവ പീഡനങ്ങൾ പെരുകി വരുന്ന ഈ സമയത്ത് പെന്തക്കോസ്തുകാരും പട്ടത്വ സഭക്കാരും, അതായത് കത്തോലിക്കരും TPM-കാരും ഉൾപ്പെടെ ഉള്ളവർ ഒരുമിച്ച് വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. കേരളത്തിലും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ TPM-കാർ ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് വരുന്നു എന്ന കേൾവിയുണ്ട്. കത്തോലിക്കരും TPM-കാരും മറ്റ് ക്രൈസ്തവ സഭകളുമായിട്ട് ഒരു കൂട്ടായ്മയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ അവർ പോലും ഇന്ന് ഒരുമിക്കുന്നു. അപ്പോൾ ഒരുമിക്കുമ്പോൾ അവിടെ നിന്ന് ഏത് മതിലാ ഇടിച്ചു കളയുന്നത്? ഉപദേശത്തിൻ്റെ, ഡോക്ട്രിൻസിൻ്റെ, സൈദ്ധാന്തികതയുടെ മതിലിടിച്ചു കളയുന്നു ഒരുമിപ്പിക്കാൻ. അത് തെറ്റാണ്. ഒരുമിക്കുന്നത് തെറ്റല്ല. ഐക്യതയോടെ നിന്നോ സ്നേഹത്തോടെ നിന്നോ വിഷയമില്ല. പക്ഷേ ഉപദേശത്തിൽ അയവ് വരുത്തരുത്. ഇവിടെ എബ്രായ ലേഖനത്തിൽ നമുക്ക് കിട്ടുന്ന ഉപദേശം ആരെക്കുറിച്ചുള്ള ഉപദേശമാണ്? ഒരു വിഷയത്തെക്കുറിച്ചെന്നതിനേക്കാൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഉപദേശമാണ്. ആ വ്യക്തി നമുക്കറിയാം, യേശുക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം. സ്തോത്രം. ഉപദേശ സംഹിതകൾ അതിന് ബൈബിളിൽ വളരെ പ്രാധാന്യമുണ്ട്. ഉപദേശം പറയുന്നത് കൊണ്ട് നമ്മൾ ന്യായപ്രമാണ യുഗത്തിലേക്ക് തിരികെ പോകുന്നെന്ന് ആരും തെറ്റായി ധരിക്കരുത്. അങ്ങനെയുള്ള തെറ്റായ പഠിപ്പീരുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ പറയുന്നവർക്ക് കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് കാണും, പക്ഷെ കേൾക്കുന്നവർക്ക് അതുണ്ടാകണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ ഇടയില് ഉപദേശം പറഞ്ഞാൽ അത് ന്യായപ്രമാണ യുഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്, ലീഗലിസമാണ് എന്ന് മുദ്രകുത്തി ഉപദേശം പറയുന്നവരുടെ വായടപ്പിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട്. ചില നല്ല വാഗ്ധോരണിയുള്ള, വാക്ചാതുര്യമുള്ള, വാക് സാമർഥ്യമുള്ള, കാര്യങ്ങളെ നന്നായി അപരന് ഖണ്ഡിക്കാൻ ഒക്കാത്തതുപോലെ പറഞ്ഞു പിടിപ്പിക്കാൻ കഴിവുള്ള ചില പ്രസംഗകരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അവർ പറയുമ്പോൾ അതിൻ്റെ അതിർവരമ്പുകൾ എവിടം വരെ ഉണ്ടെന്നുള്ളത് ഈ പറയുന്നവർക്ക് ബോധ്യമുണ്ട്. പക്ഷെ കേൾവിക്കാരന് ആ അതിർവരമ്പുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പാവം ഉപദേശമേ വേണ്ട എന്ന നിലയിലേക്ക് അവരെത്തിച്ചേരും. അതൊരു വലിയ അപകടകരമായ സ്ഥിതിയാണ്. അത് പാടില്ല. പുതിയ നിയമ ലേഖനങ്ങളുടെ ഘടനയിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1, 2, 3, 4 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അടുത്ത അധ്യായങ്ങളിൽ 5 തൊട്ട് 10 വരെ യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുമുള്ള ഉപദേശരൂപമാണ് കാണുന്നത്. ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും, the person of Christ and the work of Christ. We should know and believe the sound doctrines or sound teachings about these two things related to Jesus Christ. യേശുക്രിസ്തുവിൻ്റെ ആളത്വവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ വേലയും, ഈ രണ്ടിനെക്കുറിച്ചുമുള്ള പഥ്യമായ ശരിയായ ഉപദേശം നാം പ്രാപിച്ചവരായിരിക്കണം. കാരണം ഇതിനെ രണ്ടിനെക്കുറിച്ചും തെറ്റായ പല പഠിപ്പീരുകളും ഉണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ തെറ്റായ പഠിപ്പീര് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിനെതിരായിട്ടാണ്. More heretical, perverted, polluted, diverted, wrong teachings are about the person of Christ than the finished work of redemption on the cross. മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ചിലർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു, വേറെ ചിലർ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു. ചുരുക്കം ചിലർ ഈ കൂട്ടത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും, യേശുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിച്ചാൽ പിന്നെ ക്രൂശ് മരണത്തെ നിഷേധിക്കുക സംഭവിച്ചു കഴിഞ്ഞു. കാരണം യേശു മനുഷ്യൻ ആയിരുന്നില്ല എന്ന് ഒരു കൂട്ടർ സമർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചാൽ, മനുഷ്യനല്ലാത്ത യേശുവിന് മരിക്കാൻ ഒക്കത്തില്ല. യേശു ക്രൂശിൽ മരിച്ചത് തൻ്റെ ദൈവത്വത്തിലല്ലെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. അങ്ങനെയായിരുന്നെങ്കിൽ യേശുവിന് ജഡം സ്വീകരിക്കേണ്ടി വരുമായിരുന്നില്ല. അതിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടെടുപ്പിൻ്റെ ദൈവിക പ്രമാണം മനുഷ്യനെ വീണ്ടെടുക്കാൻ മനുഷ്യനായി തന്നെ യേശുവിന് വരേണ്ടിയിരുന്നു. മനുഷ്യത്വത്തിൻ്റെ സ്വീകരണം അതുകൊണ്ടാണ് അനിവാര്യമായത്. നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണ്. വിഷയത്തോടനുബന്ധിച്ചൊന്നും കൂടെ ചേർത്തിണക്കി പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രഹിപ്പാനും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ
ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരേപോലെ നാം മനസ്സിലാക്കുക. യേശുവിൻ്റെ ആ മനുഷ്യത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ എബ്രായ ലേഖനം നമ്മൾ പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. നമ്മൾ കണ്ടു, 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്വമാണ്, 2-ാമത്തെ അധ്യായത്തിൽ മുഴുവനും മനുഷ്യത്വമാണ്, 3-ാം അധ്യായത്തിലും ഇത് രണ്ടും കൂടെ കോർത്തിണക്കിയിട്ടുണ്ട്. പിന്നീട് മുമ്പോട്ടുള്ള അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയും ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനാണ് ഊന്നൽ. ദൈവത്വത്തിനും ഉണ്ട്, എങ്കിലും മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശുവിൻ്റെ മനുഷ്യത്വമാണ് ഊന്നി പറയുന്നത്. അപ്പോൾ ഉപദേശത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. സ്തോത്രം. ഉപദേശത്തിൽ ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ ദൈവം ആര്, നമ്മുടെ കർത്താവായ യേശു ആര്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആര് എന്നുള്ളത്. അപ്പോൾ ഈ ഉപദേശങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഓർമ്മ കാണുമല്ലോ, അടിസ്ഥാന വേദോപദേശങ്ങൾ, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് എത്രയാണെന്നറിയത്തില്ലെങ്കിലും എത്രയല്ലെന്നെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ഓർമ്മ കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. പാരമ്പര്യമായി നമ്മൾ പറഞ്ഞു പഠിച്ച, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച 7 അല്ല അടിസ്ഥാന വേദോപദേശങ്ങൾ. ഈ 7 എന്ന അടിസ്ഥാന ഉപദേശങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരൊറ്റ ചെറിയ വേദഭാഗത്ത് നിന്നുമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന്? ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഏത് അധ്യായമാണെന്ന് നിങ്ങൾക്കറിയാം? സെക്കൻഡ് ചാപ്റ്റർ. വാക്യങ്ങളും അറിയാം. to 42, 37 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ നോക്കണേ. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങൾ ഉള്ളപ്പോൾ അതിലെ ഒരു അധ്യായത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് മാത്രം അടിസ്ഥാന ഉപദേശങ്ങളെ സ്വീകരിക്കുന്നതിലുള്ള യുക്തിരാഹിത്യം. സ്തോത്രം. ഇറ്റ്സ് അൺറീസണബിൾ to form the fundamental doctrines from a very short passage, whereas there are 260 chapters in the New Testament. അതിലുള്ള മറ്റൊരു അപാകത കൂടെ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം. അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മുടെ വിഷയത്തിൽ പെടുന്നതല്ലെങ്കിലും ഉപദേശം പറഞ്ഞതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വന്നു കയറിപ്പോയതാണ്, ക്ഷമിച്ചാലും. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? Simply the record of the work of the Holy Spirit. The early church. നമ്മളത് പ്രസംഗകന്റെ ഭാഷയിൽ പറയുന്നതാണ്
പ്രസംഗകർ പറയാറുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദി ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ് ബട്ട് ഇറ്റ് ഈസ് ദ ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന്. പ്രസംഗകർ നമ്മൾ പറയുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട്. അതുണ്ട്. പക്ഷെ ആ പേര് നോക്കിക്കേ, ആ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേര് ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ്. That means it is, in a way we can say, the Acts of the Apostles is the sole book in the New Testament which is historical in nature. Yeah, Matthew to John also historical, simply speaking about the biography of Jesus. മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ളതും ചരിത്ര പുസ്തകമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, കാരണം യേശുവിൻ്റെ ജീവചരിത്രമാണതിൽ. എന്നാൽ പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകം എന്നറിയപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ മാത്രമാണ്. അതിനകത്തുള്ളത് എന്താണ്? ആദിമ ദൈവസഭയുടെ നടപടിക്രമങ്ങൾ, 1-ാം നൂറ്റാണ്ടിലെ സഭ എന്തൊക്കെ ചെയ്തു വന്നു, എങ്ങനെയൊക്കെ ചെയ്തു വന്നു എന്ന ഒരു ചരിത്രരേഖയാണത്. ചരിത്രരേഖ. ആ ചരിത്രരേഖ പക്ഷേ നമുക്ക് അതിൽ നിന്നും ഉപദേശ രൂപീകരണം സാധ്യമല്ല. ഉണ്ട്, അതിനകത്ത് ഇന്നതുപോലെ ചെയ്വീൻ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉപദേശമായി സ്വീകരിക്കാം. അതല്ലാതെ അവരുടെ ആചരണങ്ങൾ, അവർ ചെയ്തു വന്നത് നമുക്ക് ഉപദേശമായി സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ലേഖനങ്ങളിൽ എന്താ പറയുന്നത്? കമാൻഡ്മെന്റ്സാ. ഇന്നതുപോലെ ചെയ്വീനെന്ന് കൽപ്പന അല്ലെങ്കിൽ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം അപ്പോസ്തലന്മാർ നമുക്ക് നൽകിയത് അപ്പോസ്തല പ്രവൃത്തികളിലല്ല, ലേഖനങ്ങളിലാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഉള്ള ഉപദേശങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞ 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ 3 കാര്യങ്ങളുണ്ട്. 3 ഉപദേശങ്ങൾ നമുക്കവിടെ ഉണ്ട്. മാനസാന്തരപ്പെടുവീൻ, സ്നാനമേൽപ്പീൻ, പിന്നെ 40-ാമത്തെ വാക്യത്തിൽ പറയുന്ന വേർപെടുവീൻ. വേറുപാടിന്റെ ഉപദേശം അവിടെയാണല്ലോ. വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. കൽപ്പനകളായിട്ട് നമുക്ക് ആ ഭാഗത്ത് ലഭിക്കുന്നത് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോയാൽ ഫസ്റ്റ് സിനഡ് ഓഫ് ദ ചർച്ച്, സഭയുടെ ആദ്യത്തെ സുന്നഹദോസ്, പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ കൗൺസിൽ മീറ്റിംഗ്. കത്തോലിക്കരുടെയൊക്കെ ഭാഷയാണ് സുന്നഹദോസ്, സിനഡ്. പെന്തക്കോസ്തുകാർക്ക് കൗൺസില. സ്റ്റേറ്റ് കൗൺസിൽ, നാഷണൽ കൗൺസിൽ, ജനറൽ കൗൺസിൽ എന്നൊക്കെ നമുക്ക് കൗൺസിലാണ് ഉള്ളത്. രണ്ടും സംഭവം ഒന്ന് തന്നെ, പേര് വേറെ വേറെയാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചർച്ച് കൗൺസിൽ, അതിനെ പൊതുവെ വിളിക്കുന്നത് ജെറൂസലേം കൗൺസിൽ എന്ന, യെരുശലേം കൗൺസിൽ 15-ാം അധ്യായത്തിലുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ. ജാതികളിൽ നിന്ന് പലരും രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വന്നപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം ആ കൗൺസിൽ കൂടി, അപ്പോസ്തലന്മാർ കൂടി തീരുമാനിച്ചത്. യാക്കോബ് പറയുന്നുണ്ട്, പൗലോസും ശീലാസും കൂടെ പോയി അത് സഭകളിലും പറയുന്നുണ്ട്. അവിടെയും നമുക്ക് ഉപദേശം കാണാം.
അവിടെയുണ്ട് 3 ഉപദേശങ്ങൾ. ശ്വാസം മുട്ടിച്ചത്തതും, വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചതും, അങ്ങനെയുള്ള കാര്യങ്ങൾ അരുത് എന്ന കൽപ്പനാരൂപം നമുക്കവിടെ കാണാം. അപ്പൊ അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ ചിലയിടത്ത് പറഞ്ഞ ഉപദേശങ്ങൾ പ്രസംഗത്തിനകത്തിലുണ്ട്. എന്നാൽ ലേഖനങ്ങളിലാണ് ഉപദേശങ്ങളെ ഉപദേശങ്ങളായിട്ട് തന്നെ, കൽപ്പനകളായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് അടിസ്ഥാന വേദോപദേശ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനമായും നമുക്ക് ലേഖനങ്ങളാണ് വേണ്ടത്, അപ്പോസ്തല പ്രവൃത്തി അല്ല. അപ്പോസ്തല പ്രവൃത്തി വേണ്ടെന്ന് പറഞ്ഞെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കല്ലേ. ഉപദേശ രൂപീകരണത്തിന് ആ ലേഖനങ്ങളിൽ കാണുന്ന ഡോക്ട്രിൻസ്, ഉപദേശങ്ങളുടെ സ്ഥിരീകരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോയാൽ ആദിമസഭ അനുവർത്തിച്ചു വന്നിരുന്നതായി കാണാം. അതുകൊണ്ട് ലേഖനങ്ങളിലെ ഉപദേശങ്ങളെ പ്രായോഗികതയിൽ സ്ഥിരീകരിക്കുവാൻ ചരിത്രരേഖ, അപ്പോസ്തല പ്രവൃത്തികൾ ഉപകരിക്കും. പറഞ്ഞത് ആർക്കും കൺഫ്യൂഷൻ ഇല്ലേ? നമ്മുടെയൊക്കെ സഭാ സംഘടനകളുടെ ബൈലോസിനകത്ത് ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങളായി സ്വീകരിക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. IPC, ഷാരോൻ, ചർച്ച് ഓഫ് ഗോഡ്, AG തുടങ്ങിയുള്ള ഒരു പെന്തക്കോസ്ത് സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന വേദോപദേശങ്ങളിൽ ഇന്നതാണ്, ഈ പറയപ്പെട്ട 7 എണ്ണമാണെന്നും പറഞ്ഞ് ഒരു ബൈലോയിലും കൊടുത്തിട്ടില്ല. ഒരു സംഘടനയുടെയും നിയമാവലിയിൽ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ളത് അടിസ്ഥാന വേദോപദേശങ്ങൾ അഥവാ വി ബിലീവ്, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് അവർ ഫെയ്ത്ത് എന്നും പറഞ്ഞുകൊണ്ട് 14, 15, 16, 17 ഒക്കെ ആർട്ടിക്കിൾസ് ഉണ്ട് അതിനകത്ത്. അതെങ്കിലും നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങളായി സ്വീകരിക്കണമെന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഉപദേശങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ സഭകളിൽ ഉപദേശങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ 4 എണ്ണം നമുക്കറിയാം. വേദപുസ്തകത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പിന്നീട് മനുഷ്യൻ, സൃഷ്ടി തുടങ്ങിയുള്ള ഏതാണ്ട് 30ഓളം അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ പുതിയ നിയമത്തിൽ ചിതറിക്കിടപ്പുണ്ട്. അധികവും ലേഖനങ്ങളിലാണ്, അപ്പോസ്തലന്മാരുടെയും യേശുക്രിസ്തുവിൻ്റെയും പഠിപ്പീരുകളിലാണ്. All the doctrines are spread over the New Testament in the exclusive teachings of our Lord Jesus Christ, then the apostles, and also in their writings. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളിൽ, അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ, അപ്പോസ്തോലിക എഴുത്തുകളിൽ, ഈ 3 എണ്ണത്തിലാണ് നമ്മൾ ഉപദേശങ്ങളെ കണ്ടെത്തേണ്ടത്. ആവർത്തിക്കണ്ടല്ലോ. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾ, കൽപ്പനകളിൽ. അതുകൊണ്ടാണ് നമ്മൾ മത്തായി 5, 6, 7 അധ്യായങ്ങൾ കാണുന്ന ഗിരിപ്രഭാഷണം കൂലങ്കഷമായി പഠിച്ചത്.
രണ്ടാമത്തേത്, അപ്പോസ്തോലന്മാർ സമയാസമയങ്ങളിൽ ഉപദേശിച്ചത്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 37 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 39 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും കണ്ടത്. മാനസാന്തരപ്പെടുവീൻ, സ്നാനപ്പെടുവീൻ, രക്ഷിക്കപ്പെടുവീൻ. 3, അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ, അതാണ് ലേഖനങ്ങൾ. ഈ 3 സ്രോതസ്സുകളിൽ നിന്നുമാണ് നമുക്ക് ഉപദേശം ഉണ്ടാക്കേണ്ടത്. അതിനോട് ചേർത്ത് നമുക്ക് വയ്ക്കാം ആദിമസഭ വിശ്വസിച്ചതും ആചരിച്ചു വന്നതും. കാരണം അപ്പോസ്തല പ്രവൃത്തികൾക്കകത്തോ ഈവൻ ലേഖനങ്ങളിൽ പോലുമോ സഭകളിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ആചരണത്തിന് വേണ്ടിയുള്ള മാതൃകകളല്ല. നമ്മളത് തെറ്റായിട്ട് ആ മാതൃക സ്വീകരിക്കാറുണ്ടെന്നുള്ളതൊരു സത്യം. ഉദാഹരണത്തിന്, നമ്മുടെ സഭയിൽ നടക്കുന്നെന്ന് പറയണ്ട, എവിടെയെങ്കിലുമൊക്കെ വല്ലപ്പോഴും വഴക്കോ വയ്യാവേലിയോ നടന്നാൽ പാസ്റ്റർമാർ തമ്മിലോ വിശ്വാസികളും പാസ്റ്റർമാരും തമ്മിലോ വിശ്വാസികൾ തമ്മിലോ ഒക്കെ അല്പം ഈശാപൂശകൾ നടന്നാൽ നമ്മൾ അതിന് സഹായകരമായിട്ടെടുക്കുന്ന ഭാഗം ഇപ്പോൾ മനസ്സിൽ വന്ന് കാണുമല്ലോ. അത് തന്നെ. പൗലോസും ബർന്നബാസും തമ്മിൽ മർക്കോസിനെ ചൊല്ലി ഉഗ്രവാദം ഉണ്ടായി എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാ എഴുതിയേക്കുന്നേ? നമ്മളും തമ്മിൽ ഉഗ്രവാദം നടത്താനാണോ? അല്ല. അങ്ങനെ സംഭവിച്ചു എന്നത് വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യത കൊണ്ട് എഴുതി വെച്ചതാണത്. ഇറ്റ്സ് എ റിപ്പോർട്ട്, നോട്ട് എ ഡോക്ട്രിൻ. ഇറ്റ്സ് നോട്ട് എ ടീച്ചിങ്, ഇറ്റ്സ് എ റിപ്പോർട്ട്. That was happened there. It is not to be followed. നമ്മളത് ചെയ്യാൻ വേണ്ടിയല്ല. ഈവൻ ഗലാത്യ ലേഖനത്തിനകത്തേക്ക് വരുമ്പോൾ പത്രോസും പൗലോസും തമ്മിലും വാദം ഉണ്ടായെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്തുടരാൻ വേണ്ടിയല്ല, അങ്ങനെ സംഭവിച്ചു എന്ന് സത്യസന്ധമായി വേദപുസ്തകം എഴുതി വെച്ചേക്കുന്നതേ ഉള്ളൂ. This truthfulness, this honesty of the Bible is one of the proofs that the Bible is not a human book, but it is a divine book written by the inspiration of God, and therefore it is totally, undoubtedly the word of God. മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിൻ്റെ ഈ വിശ്വാസ്യത, ഈ സത്യസന്ധത, വേദപുസ്തകം ഒരു മാനുഷിക ഗ്രന്ഥമല്ല, പരിശുദ്ധാത്മ പ്രേരണയാൽ രചിക്കപ്പെട്ട ദൈവവചനമാണ് എന്നതിന് 10-ലധികം തെളിവുകൾ ഉള്ളതിൽ ഒരു തെളിവാണ്. വേറെ ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ പണ്ട്, അങ്ങ് തുറന്നു പറഞ്ഞോട്ടെ, ഞാൻ പണ്ട്, എൻ്റെ അനുഭവമല്ലേ, ഞാൻ ചിലർ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഉമ്മനും ചിന്നമ്മയ്ക്കും ജനിച്ച ആളാ. പക്ഷെ ഞാൻ പറയുന്നത് മറ്റു രീതിയിൽ ധരിക്കരുത്. ഇപ്പം ഞാൻ മറ്റൊരാൾ ഒന്ന് പറയുന്ന ഒരു കാര്യം പറയുക, പക്ഷേ ഞാൻ ഹിന്ദു ആയിരുന്നു,
ഹിന്ദു ആയിരുന്നപ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോകാമെന്ന് നേർച്ചയുണ്ടായിരുന്നു. പക്ഷേ ആ നേർച്ച നിവർത്തിക്കുന്നതിന് മുമ്പ് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പം ഞാൻ ഈ നേർന്നത് നിവർത്തിക്കാൻ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ പാസ്റ്റർ ബൈബിള് തപ്പി 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 അപ്പോസ്തല പ്രവൃത്തികളിലെത്തി. എന്ത് കിട്ടി? പൗലോസ് ചെയ്തു ആ പല ശൗര്യം ചെയ്തു. ചോദിച്ചാൻ ഇവിടെ കിട്ടി. പൗലോസ് താൻ യഹൂദ മതാനുസാരിയാണ് എന്ന് യഹൂദന്മാരെ ധരിപ്പിക്കാൻ വേണ്ടി തലയൊക്കെ മൊട്ടയടിച്ച് 1-2 പേരെയും കൊണ്ട് വഴിപാട് കഴിക്കാൻ യെരുശലേം ദേവാലയത്തിൽ പോയി. ഇറ്റ്സ് എ റിപ്പോർട്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഡോക്ട്രിൻ nor a practice to be followed. No apostle was inerrant. Even all these apostles also were vulnerable, and many a times they also had some weaknesses or failures. അതൊരു റിപ്പോർട്ട്, ഒരു ചരിത്രരേഖ എഴുതിയെന്നേ ഉള്ളൂ. നമ്മളത് ആചരിക്കാൻ വേണ്ടിയുള്ള ഉപദേശമോ മാതൃകാപരമായ ഒരു ചെയ്തിയോ അല്ല. പൗലോസ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ പൗലോസ് യെരുശലേമിലെ സഹോദരന്മാരെ തൃപ്തിപ്പെടുത്താനായിട്ട്, എന്നാൽ ഞാൻ നിമിത്തം ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതി പൗലോസ് ചെയ്തത്. അത് പ്രയോജനം ഉണ്ടായോ? ഫലം വല്ലതും ഉണ്ടായോ? ഇല്ല. 20-21 അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ മതി, അറിയാം. യഹൂദന്മാരെ ഞാൻ യഹൂദന്മാർക്ക് എതിരല്ല എന്ന് കാണിക്കാൻ വേണ്ടി തലക്ഷൗരം ചെയ്ത് ചില സഹോദരന്മാരുടെ നേർച്ച നിവർത്തിക്കാൻ, വഴിപാട് നിവർത്തിക്കാൻ ദേവാലയത്തിൽ ചെന്നതേ അറിയാവൂ. പിന്നെ പൗലോസ് എയറിലായിരുന്നു. അവിടെ ഇട്ട് പിടിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവര് പൗലോസിനെ കൊന്നില്ലെന്ന് മാത്രം. അവിടെ നിന്നാണ് പതിയെ ആളിനെ പട്ടാളക്കാരെ പൊക്കിയെടുത്ത കൊണ്ടുപോയി. പിന്നെ അധികം ഭാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പട്ടാളക്കാർ പൊക്കിയെടുത്ത കൊണ്ടുപോയേ. ഇല്ലെങ്കിൽ യഹൂദന്മാര് 10-40 പേരാ പൗലോസിനെ കൊന്നിട്ട് ഞങ്ങൾ വല്ലതും കഴിക്കുമെന്നും പറഞ്ഞ് ഉപവാസമൊക്കെ പ്രഖ്യാപിച്ചത്. ആ പോക്കാണ് റോമിൽ വരെ എത്തിയത്. അത് നമുക്ക് മാതൃകയല്ല. അത് വെച്ചുകൊണ്ടാരും മുട്ടയടിക്കാനും നേർച്ച നിവർത്തിക്കാനും പഴയ നേർച്ചകൾ ചെയ്തേക്കാം എന്നും പറഞ്ഞും പോകരുത്. ഉപദേശം വേറെ കിടപ്പുണ്ട് ഇവിടെ. സ്തോത്രം. Yes, of course. All these are the proofs of fallibility of man. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ഏതു മനുഷ്യനും, എത്ര ഉയർന്ന ആത്മീയ നിലവാരത്തിൽ നിൽക്കുന്നയാൾക്കും തെറ്റുപറ്റാം എന്നുള്ളത് പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുകയാണ് ഇവിടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇതിനേക്കാൾ വലിയൊരു തെളിവ് ഈ വിഷയത്തിന് പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഇപ്പോൾ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ.
John bowed before the angel. യെസ്, ആബ്സല്യൂട്ട്ലി. 2 പ്രാവശ്യം യോഹന്നാൻ ഇത്രയധികം ദൈവീക വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്ത ഒരു ഭയങ്കര അബദ്ധം കണ്ടില്ലേ? ഈ ദർശനം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ദൂതനെ വണങ്ങി സാഷ്ടാംഗം വീണു. ദൂതൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? മനുഷ്യന്മാരുമല്ലോ. യോഹന്നാൻ തന്നെ സ്വന്തം നിലയിൽ എഴുതുകയായിരുന്നെങ്കിൽ യോഹന്നാനെ പറ്റി അബദ്ധം അവിടെ മിണ്ടുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഫാലിബിലിറ്റി, വൾണറബിലിറ്റി ഓഫ് മാൻ. നോ മാൻ ഈസ് ഇന്നറന്റ്. ഒരു മനുഷ്യനും അപ്രമാദിത്വമുള്ളവനല്ല എന്ന് തെളിയിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നാമുമൊക്കെ ഉപവസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇരിക്കുമ്പോൾ പോലും ഓർത്തോണം, എപ്പോൾ വേണമെങ്കിലും വീഴ്ച സംഭവിക്കാം. വളരെ സൂക്ഷ്മത്തോടെ നമ്മുടെ ചുവടുകൾ വയ്ക്കാവൂ, തീരുമാനങ്ങൾ എടുക്കാവൂ. വീഴ്ചയ്ക്ക് വളരെ സാധ്യതയുണ്ട്. സ്തോത്രം. സ്തോത്രം. ഭാഷ 1 കൊരിന്ത്യർ 6 പറയുന്നത് ഏത് വിധത്തിൽ പോകും? അതും റിപ്പോർട്ടാ. ആ റിപ്പോർട്ടിനെ എടുത്തോണ്ട് പൗലോസ് അവിടെ ഒരു ഉപദേശവും കൂടെ സ്ഥാപിക്കുന്നുണ്ട്. അവിടെ 2 പേര് തമ്മിൽ കേസും വഴക്കും വ്യവഹാരം. ഒരു വിശ്വാസി വേറെ വിശ്വാസിയോട് അന്യായം ചെയ്തു. ഇതിനെ രണ്ടിനെയും പൗലോസ് ഖണ്ഡിക്കുന്നു. ആ സംഭവം അവിടെ ചരിത്രമായിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് ശാസനയും ഉപദേശവും പൗലോസ് കൊടുക്കുന്നു. ഇന്ന ഇന്ന കൂട്ടർ, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട്, ഇന്ന ഇന്ന കൂട്ടർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ആ റിപ്പോർട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ 5-ാമത്തെ അധ്യായത്തിൽ, 1 കൊരിന്ത്യർ തന്നെ 5-ാമത്തെ അധ്യായത്തിലും ആ സഭയിൽ നടന്നു വന്ന അരുതായ്മകളെ കുറിച്ച് പറയുന്നു. അത് പാടില്ല എന്ന കൽപ്പന കൊടുക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ തന്നെ ഗ്രൂപ്പിസം, പാനലിസം അതിനെ ഖണ്ഡിക്കുന്നു. അപ്പോൾ നമുക്ക് മാതൃക അവിടെ നടന്ന ചില സംഭവങ്ങളല്ല, പകരം ഉപദേശമായോ കൽപ്പനയായോ ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപദേശമായി സ്വീകരിക്കണം. എന്നാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് മക്കദോന്യ സഭകളുടെ ഒരു മാതൃക കണ്ടു. അങ്ങനെ നമുക്ക് പിൻപറ്റാവുന്ന മാതൃകകളെ ആദിമസഭയിൽ നിന്നോ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നിന്നോ ഒക്കെ പകർത്താം. എന്നാൽ ഉപദേശമായി, കൽപ്പനയായി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെടുത്തരുത്. അപ്പോസ്തലന്മാരും കർത്താവും നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവയെ നമുക്ക് ഉപദേശങ്ങളായിട്ട് സ്വീകരിക്കാം. അതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് ഏതാണ്ട് 30ഓളം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ 30ഓളം എന്ന് മുമ്പേ പറഞ്ഞത്. അന്നേരം ഇന്ന് പാനലും വഴക്കും ഒക്കെ ഉണ്ടാക്കി കോടതി പോകുന്ന പ്രശ്നമൊന്നുമില്ലയോ?
അരുതെന്നല്ലോ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞേക്കുന്നേ. അതെ, ആ ചോദിച്ചു അതൊരു അത് അത് ഉപദേശം പാപമാ, അല്ലെങ്കിൽ പിന്നെ അത് പാപമാ, അത് മാതൃകയല്ല, ആ, അത് വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതെ. അപ്പം നമ്മുടെ നേതാക്കന്മാര് അത് നിമിത്തം ചെയ്യുന്നത് പാപമാ, ദൈവവചനത്തിന്റെ ലംഘനമാ. അരുതെന്ന് പൗലോസോട് പറഞ്ഞിരിക്കുക. എന്നിട്ട് ആ പുസ്തകം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പൗലോസ് കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ട് കേസിൽ പോകാമെന്ന് അവർ ന്യായം പറയുന്നത്. ഉണ്ട്, അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പൗലോസ് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്കും പോകാം. എന്നാൽ പൗലോസ് അവിടെ പ്രതിയായിട്ടാ പോയത്, വാദിയായിട്ടല്ല. ഇപ്പൊ തന്നെ നമ്മൾ എത്രയോ ദൈവദാസന്മാരെ പ്രതിയായിട്ട് കോടതി കയറ്റുന്നു. പോയേ പറ്റൂ. പ്രതിയാക്കപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയേ പറ്റൂ. അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യമല്ല. അതിൽ നിന്ന് ഒഴിയാനും നമുക്ക് സാധ്യമല്ല. അതേസമയം വാദിയായിട്ട് പൗലോസ് അവിടെ എങ്ങും പോയില്ല. വേണേ പോകാമായിരുന്നു, പൗലോസിന് അതിന് പ്രാപ്തിയുണ്ട്. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത സമയം കോടതി കയറാൻ പൗലോസ് ഉപയോഗിച്ചില്ല. സുവിശേഷത്തിന് വേണ്ടി ലഭിക്കുന്ന ഭൗതിക നന്മകൾ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ പൗലോസ് ഉപയോഗിച്ചില്ല. ഇങ്ങനെയുള്ള റിപ്പോർട്ടഡ് സംഗതികളെ നമുക്കും ആകാമെന്നും പറഞ്ഞ് സ്വീകരിക്കുന്ന തെറ്റായ പ്രവണതയുണ്ട്. കൈസരെ അഭയം ചൊല്ലുന്നെന്ന് പൗലോസ് പറഞ്ഞത് നമുക്ക് കോടതിയിൽ പോകാം എന്നുള്ളതിനും, മുമ്പേ നമ്മൾ പറഞ്ഞ 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ വ്യവഹാരത്തിന് പോയത് നമുക്ക് കോടതി കയറാം എന്നതിനും, 1-ാം നൂറ്റാണ്ടിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് നമുക്കും പാനലിസം ആകാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതികൾ തെറ്റാണ്. നമ്മൾ ഇന്നാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ച ഏതോ ഒരു ഭാഗത്ത്, ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാ. ഇപ്പോഴത്തെ ഒരു രീതി ബൈബിളിലത് പറയുന്നുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ ആക്കി തീർക്കുക. ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ ഉണ്ടാക്കുക. Assuming God in a way that comforts me, encourages me, instead of acknowledging God as He is. This is a great mistake today people are making, especially the preachers, teachers. പാവം ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പ്രസംഗകരും നേതാക്കന്മാരും പ്രഭാഷകരും പ്രവാചകന്മാരും അവർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ദൈവത്തെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതല്ല വേണ്ടത്. ദൈവം എങ്ങനെയായിരിക്കുന്നുവോ, ആരായിരിക്കുന്നുവോ ആ അസലായ അവസ്ഥയിൽ ദൈവത്തെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ ആ പറഞ്ഞ കാര്യം? സ്തോത്രം. ഞാൻ എത്രയൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരവും എൻ്റെ കേൾവിക്കാരുടെ ഇഷ്ടപ്രകാരവും ദൈവത്തെ അവതരിപ്പിച്ചാലും ദൈവം അങ്ങനെ ആകത്തില്ല. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ഏറ്റുകൊള്ളുന്നതാണ് ദൈവത്തിന് ഇഷ്ടവും എനിക്ക് പ്രയോജനവും. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുമുള്ള പഠനം അനിവാര്യമായിരിക്കുന്നത്.
സ്തോത്രം. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ 1-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ദൂത ഇവിടെ വാ, ഇന്നതുപോലൊക്കെ ചെയ്യ എന്നൊക്കെ നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരായി ദൂതന്മാരെ പിടിച്ച് നമ്മുടെ തൊഴുത്തിൽ കെട്ടാനാണ് നമുക്കിഷ്ടം. അല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാൽ, ഇനി ഈ ദൂതന്മാർ തന്നെ നമ്മുടെ കൂടെയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൂതന്മാർ പറയുന്നത് അനുസരിക്കാനാണ് നമ്മളാ തയ്യാറാകേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ. പേര് ദൈവത്തിൻ്റെ പറയും, യേശുവിൻ്റെ നാമത്തിൽ ഗബ്രിയേലേ, മീഖായേലേ. കർത്താവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഇഷ്ടത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുകയല്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മുടെ സമയം തീരുന്നല്ലോ. ഉപദേശം, അതിനുള്ള പ്രാധാന്യം നാം മനസ്സിലാക്കണം. ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്: വേദപുസ്തകം, ദൈവം, ക്രിസ്തു, പരിശുദ്ധാത്മാവ്. വിശേഷാൽ ഇവിടെ എബ്രായ ലേഖകൻ 2-ാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ഉപദേശമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ 1-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ട് ഇവിടെ 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ താനായിരിക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ലേഖകൻ പറഞ്ഞത്, ഒരു വാക്യം വായിച്ച് നമുക്ക് നിർത്തിയേക്കാം. എബ്രായ ലേഖനം തന്നെ 5:11, 5:11, ഹീബ്രൂസ്. Of whom we have many things to say and hard to be uttered, seeing ye are dull of hearing. അപ്പോസ്തലൻ ക്രിസ്തുവിനെ കുറിച്ച് 10-ാം വാക്യം വരെ പറഞ്ഞു വന്നു. 1:1 തൊട്ട് 5:10 വരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വന്നു. 11-ാം വാക്യത്തിൽ പറയുക, we have so many more things to tell you about this, but it's hard to speak because you have become dull in hearing. ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഇനി ഒത്തിരി പറയാനുണ്ട്. ക്രിസ്തു മാഹാത്മ്യത്തെ, ക്രിസ്തുവിൻ്റെ ആളത്വത്തെ. പക്ഷേ പറഞ്ഞു തരാൻ വിഷമാ. കാര്യം എന്താ? നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിമാഹാത്മ്യം. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. മിനിയാന്നും പറഞ്ഞൊരു കാര്യം, അതിൻ്റെ തലേന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ 2-3 പേര് സംസാരിച്ച കാര്യം ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും, നമുക്ക് പ്രസംഗങ്ങളിൽ നമ്മളെപ്പറ്റി കേൾക്കാനാണ് ആഗ്രഹം. ആവർത്തിക്കുകയാണ്, ഓർമ്മ വരുന്നുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നമ്മളെപ്പറ്റി കേൾക്കാനാണ് ആഗ്രഹം. പക്ഷെ ദൈവം ആരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നേ? ദൈവത്തെക്കുറിച്ചാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കേൾവി, ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവി, ക്രിസ്തു മാഹാത്മ്യത്തിൻ്റെ വർണ്ണന പലപ്പോഴും നമുക്ക് സന്തോഷം തരുന്നില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ എബ്രായ ലേഖകൻ ചെയ്യുന്നത് പോലെ
ക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ, കർത്താവിൻ്റെ ആളത്വ മഹത്വത്തിൽ നമുക്കും ആനന്ദം കണ്ടെത്തുവാൻ, നമ്മൾ ആനന്ദപുളകിതരായി തീരുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അക്കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചർച്ച ചെയ്യാം. സമയം പോയതുകൊണ്ട് ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.